സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ് നമ്മോടൊപ്പം ചേരുന്നു. നമസ്കാരം മാം. ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നതിനാൽ തന്നെ ലോകമെമ്പാടും പണപ്പെരുപ്പ ആശങ്ക ശക്തമായിരിക്കുകയാണ്. കൂടാതെ ലോകത്തെ പ്രധാനപ്പെട്ട 6 കറൻസികൾക്കെതിരെ ഡോളർ സൂചിക നേരിയ തോതിൽ ഇടിഞ്ഞതാണ് ഇപ്പോൾ ഉച്ചയോടെ വില ഉയരാൻ കാരണമായിരിക്കുന്നത്. നിലവിൽ സ്വർണ്ണവില ഉയരുമോ അതോ വീഴുമോ? അത് സ്വർണ്ണവില തീർച്ചയായിട്ടും അമേരിക്ക ഇറാൻ സമാധാന കരാർ എങ്ങനെ പോകുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. രണ്ടുപേരും ഒരുപോലെ അനിശ്ചിതത്വം ഇഷ്ടപ്പെടുന്നവരാണ്. അതായത് ദാ കരാറിലെത്തി എന്ന് പറയുന്നു, ദാ കരാറിൽ നിന്ന് വിട്ടു എന്ന് പറഞ്ഞ് ആരെങ്കിലും എവിടെയെങ്കിലും ഒരു 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 അറ്റാക്ക് എന്താണ് പറയുക ആസൂത്രണം ചെയ്യുന്നു. അങ്ങനെ ആ തീരുമാനിച്ചതിൽ നിന്ന് പിന്നോട്ട് പോകുന്നു. അങ്ങനെ രണ്ടു കൂട്ടരും ഒരുപോലെ അനിശ്ചിതത്വത്തെ പിന്തുടരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതായത് രണ്ടു കൂട്ടർക്കും തൃപ്തിയായ രീതിയിൽ ഒരു കരാറിലെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് മാത്രവുമല്ല, കഴിഞ്ഞ ആഴ്ചയിൽ നമുക്കറിയാം ഫെഡറൽ റിസർവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് അമേരിക്കയിലൊക്കെ വിലക്കയറ്റം, ലോകത്താകമാനം വിലക്കയറ്റം സൃഷ്ടിച്ചു. അമേരിക്ക ഇസ്രായേൽ യുദ്ധം, അമേരിക്ക ഇസ്രായേൽ എഗൻസ്റ്റ് ഇറാൻ യുദ്ധം. അപ്പൊ ഈ ആഗോള അതേപോലെ ആഗോള തലത്തിൽ പ്രൈസ് റൈസ് ഉണ്ടായതുപോലെ, വിലക്കയറ്റം ഉണ്ടായതുപോലെ അമേരിക്കയിലും വിലക്കയറ്റം രൂക്ഷമാണ്. അപ്പോൾ ഫെഡറൽ റിസർവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്പം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ, അതായത് ബാങ്കുകൾ വായ്പ കൊടുക്കുന്ന വായ്പാ റേറ്റും ഫെഡറൽ റിസർവ് റേറ്റ് കൂട്ടിയാൽ ഉടനെ വായ്പാ റേറ്റുകൾ കൂടും. അങ്ങനെ വരുമ്പോൾ ഉപഭോക്തൃ വായ്പകൾ, വ്യവസായ വായ്പകൾ എല്ലാത്തിനും കുറവുണ്ടാകും. അങ്ങനെ പണത്തിന്റെ ലഭ്യത കുറയുന്നതോടെ പണപ്പെരുപ്പം കുറയ്ക്കാമെന്ന് വിചാരിച്ച് ഫെഡറൽ റിസർവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്പം വർദ്ധിപ്പിക്കാമെന്നുള്ള തീരുമാനത്തിലായിരുന്നു എത്തിയിരുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ഫെഡിന്റെ, അതായത് ഫെഡറൽ റിസർവ് ബാങ്കിന്റെ, അമേരിക്കൻ റിസർവ് ബാങ്കിന്റെ മീറ്റിംഗിൽ ഉടനെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കേണ്ട എന്ന തീരുമാനമാണ് എടുത്തത്. ആ തീരുമാനം എടുത്തത് എന്തുകൊണ്ടാണ്? അതായത് US ഡോളറിന്റെ ഇൻഡെക്സ് 101 വരെ ഉയർന്നിരുന്നു. വളരെ നല്ല നിലയിലായിരുന്നു US ഡോളറിന്റെ പ്രവർത്തനക്ഷമത. അപ്പം അത് കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ ഫെഡറൽ റിസർവിന്റെ റേറ്റ് കൂട്ടേണ്ട കാര്യമില്ല എന്ന തീരുമാനത്തിലാണ് അവര് എത്തിച്ചേർന്നത്. അപ്പൊ അത് കാരണം അങ്ങനെ ഇരിക്കെയാണ് വീണ്ടും അനിശ്ചിതത്വം സൃഷ്ടിച്ചുകൊണ്ട് ഇസ്രായേലും അതുപോലെ അമേരിക്കയും ചേർന്ന് ഇറാന്റെ, അതായത് ആ സമാധാന കരാറിൽ അശാന്തി സൃഷ്ടിച്ചു. ലെബനനിലെ ആക്രമണമാകാം, അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഹോർമൂസിലെ ഒരു കപ്പൽ തടഞ്ഞതാകാം, അല്ലെങ്കിൽ ഒരു കപ്പലിന്റെ നേരെ ഉണ്ടായ പ്രശ്നമാകാം. എന്തായാലും അനിശ്ചിതത്വം തുടരുകയാണ്. ആ സാഹചര്യത്തില് യാദൃച്ഛികമായിട്ട് എന്ന പോലെ അമേരിക്കൻ ഡോളറിന്റെ ഇൻഡെക്സ് അല്പം താണു. 101 എത്തിയിരുന്ന ഇൻഡെക്സ് അല്പം താണപ്പോഴേക്കും അമേരിക്കൻ ഡോളറിനേക്കാൾ സേഫ് സ്വർണമാണ് എന്ന ധാരണ അതായത് ഇൻവെസ്റ്റ് ചെയ്യാൻ പണമുള്ളവർക്ക് തോന്നി. അതായത് ഈ അനിശ്ചിതത്വം തുടർന്നു പോകുന്നു. അതോടൊപ്പം തന്നെ ഡോളറിന്റെ ഇൻഡെക്സ് മൂല്യത്തിൽ കുറവ് വന്നിരിക്കുന്നു. അങ്ങനെയാവുമ്പോൾ ഡോളറിനേക്കാൾ നല്ലത് സ്വർണത്തിൽ നിക്ഷേപിക്കുകയാണ് എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ സ്വർണത്തിലേക്കുള്ള നിക്ഷേപം കൂടി. അതുകൊണ്ട് തന്നെ സ്വർണത്തിന്റെ വിലയും കൂടി. അങ്ങനെ സംഭവിച്ചു. അപ്പൊ ആ സംഭവം പോലെ തന്നെ മറിച്ച് കരാറിൽ പെട്ടെന്ന് തന്നെ എത്താം എന്നൊരു തീരുമാനത്തിലേക്ക് US-ഉം ഇറാനും എത്തിച്ചേർന്നു എന്നിരിക്കട്ടെ, ഡോളർ ഇൻഡെക്സ് വർദ്ധിക്കുന്നു എന്നിരിക്കട്ടെ, ആ കാരണം കൊണ്ട് തന്നെ ഡോളർ ഇൻഡെക്സ് വർദ്ധിക്കാം. അങ്ങനെ വർദ്ധിച്ചാൽ വീണ്ടും സ്വർണത്തിന്റെ വില താഴേക്ക് പോകും. കാരണം സ്വർണത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നവരൊക്കെ അതിൽ നിന്ന് പിൻവലിച്ച് ഡോളറിലേക്ക് പോകും. അപ്പൊ ഇത് സമാധാന കരാറിൽ ഒപ്പിടുന്നതിനെ ആശ്രയിച്ചാണ് ഇതിരിക്കുന്നത്. അപ്പൊ അത് കാരണം കൊണ്ട് വെസ്റ്റ് ഏഷ്യയിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുന്നത് വരെ സ്വർണത്തിന്റെ വിലയിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. പരിഹാരം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വർണത്തിന്റെ വില പതുക്കെ താഴോട്ട് തന്നെ പോകും. അതുവരെ ഇങ്ങനെ അവരോഹണങ്ങളുമായിട്ട് സ്വർണത്തിന്റെ വില പോയിക്കൊണ്ടിരിക്കും.
എന്തായാലും വരും ദിവസങ്ങളിൽ US കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് ഉയർത്തിയാൽ സ്വർണ്ണവില വീണ്ടും ഇടിയാൻ സാധ്യത കൂടുതലാണല്ലോ. അടുത്ത സെപ്റ്റംബറിൽ സാമ്പത്തിക വർഷത്തിലെ രണ്ടാം പാദത്തിലെ US വായ്പാ നിരക്കാവും സ്വർണ്ണത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം. അതുവരെ വിപണിയിൽ ഈ ചാഞ്ചാട്ടം തുടരുമെന്നാണോ നമ്മൾ കരുതേണ്ടത്? തീർച്ചയായിട്ടും. അഥവാ ഇപ്പൊ അടുത്ത ഫെഡറൽ റിസർവിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്പം ഉയർത്തുന്നു എന്നിരിക്കട്ടെ, അധികം താമസിയാതെ അടുത്ത അവരുടെ അവലോകനത്തില് ഫെഡറൽ റിസർവിന്റെ കറൻസി അവലോകന US ഡോളർ അവലോകന വേളയില് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്പം വർദ്ധിപ്പിക്കാം. കാരണം ഇപ്പൊ ഇൻഡെക്സ് കുറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ അവർ ഒരു പക്ഷേ ഡോളറിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇത്തിരി വർദ്ധിപ്പിക്കാം, ഫെഡറൽ റിസർവ് റേറ്റ് അല്പം വർദ്ധിപ്പിക്കാം എന്ന് തന്നെ തീരുമാനിച്ചേക്കാം. അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ ലോകത്തുള്ള എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം വരും. കാരണം ഡോളറിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വർദ്ധിച്ചു എന്നത് തന്നെ അതിലേക്ക് ചെല്ലുന്ന ഏത് ഡെപ്പോസിറ്റിനും ആ ഇൻക്രീസ്ഡ് റേറ്റ് ആണ് കിട്ടുക. അത് ആണ് അവർക്ക് മറ്റെവിടെയും, അതായത് അത് സർട്ടൻ ആണ്, കിട്ടുമെന്ന് ഉറപ്പുള്ളതാണ്. അതേ സമയത്ത് ഒരു നിമിഷം കൊണ്ട് ഫെഡറൽ റിസർവിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് താത്തുകയോ കുറയ്ക്കുകയോ ചെയ്യില്ല. അത് ഫെഡറൽ ബാങ്കിന്റെ പോളിസി നയമാണ്. അപ്പൊ അത് കുറച്ച് സമയമെടുത്ത് മാത്രമേ കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യൂ. ഒരിക്കൽ കൂട്ടിയാൽ അടുത്ത പോളിസി നയം വരെ അതേ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നെ തുടരും. അപ്പൊ ഇൻവെസ്റ്റേഴ്സിന് എല്ലാം ഒരു സർട്ടനിറ്റി ഉണ്ട്. ഇത് അടുത്ത അവലോകനം വരെയും ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തുടരും. അതുവരെയും ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നല്ല ലാഭം, വരുമാനം ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് ഇപ്പൊ സ്വർണത്തിലേക്ക് പോയിരിക്കുന്നവരെല്ലാം അപ്പോൾ ഡോളറിലേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ സ്വർണത്തിന്റെ വില അടുത്ത ഫെഡറൽ റിസർവിന്റെ യോഗം വരെയും സ്വർണത്തിന്റെ വില താഴേക്ക് വന്നുകൊണ്ടിരിക്കും. ഡോളറുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് കൂടിക്കൊണ്ടുമിരിക്കും. അപ്പൊ നമുക്ക് തീർത്ത് പറയാം, ഈ ഡോളറിന്റെ മൂവ് അനുസരിച്ച്, ഫെഡറൽ റിസർവിന്റെ തീരുമാനം അനുസരിച്ച് ഇസ്രായേൽ US അഗൻസ്റ്റ് ഇറാൻ യുദ്ധം അനുസരിച്ച്, അതായത് അതില് അനിശ്ചിതത്വം കുറയുകയാണ് എങ്കിൽ US ഡോളറിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് പോകും. അവിടെ യുദ്ധത്തിന്റെ അനിശ്ചിതത്വവും അതിനോടനുബന്ധ അനിശ്ചിതത്വവും തുടരുകയാണ് എങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് സ്വർണത്തിലേക്ക് പോകും. അപ്പം ഇപ്പൊ തൽക്കാലം ഈ അനിശ്ചിതത്വം നിലനിൽക്കുന്ന കാലം അത്രയും ഇത് ഇങ്ങനെ സിക്സാഗ് ആയിട്ട്, അതായത് ഏറിയും കുറഞ്ഞും ഇരിക്കും സ്വർണത്തിന്റെ വില. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.